അതിൽ ആദ്യമായിട്ട് ഞാൻ അന്ന് ഉപദ്രവിക്കുന്നത് എൻ്റെ സ്വന്തം ഉപ്പാക്ക് നേരേക്കാണ്. ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് എൻ്റെ സ്വന്തം ഉപ്പാക്ക് നേരേക്കാണ് ഞാൻ കത്തിയെടുത്ത് ചെല്ലുന്നത്. കാരണം അന്ന് ഇപ്പോൾ ഈ പറയുന്ന രാത്രിക്ക് എൻ്റെ അടുത്ത് അന്ന് സ്കൂളിലേക്ക് പോകാത്തതിൻ്റെ പേരിൽ അവിടെ മലയുടെ അടിയിലേക്ക് അവിടെ ഞങ്ങൾ കടന്നിരുന്നു സ്കൂളിൽ പോകാതെ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ പേരിൽ ഈ ഉപ്പ അന്ന് എൻ്റെ ചെയ് പിടിച്ചിട്ട് തിരുമ്പിയിട്ട് രക്ഷിതാക്കൾ എങ്ങനെയാണോ നമ്മൾ ഇതാക്കില്ലേ നമ്മുടെ ശാസിക്കുന്ന ആ രൂപത്തിലായിരുന്നു എൻ്റെ ഉപ്പ അന്ന് തമാശക്ക് ചെയ്തപ്പോൾ ആ ഉപ്പാക്ക് നേരേക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉപ്പാക്ക് നേരേക്ക് ഞാൻ കത്തിയെടുത്തിട്ട് എൻ്റെ ഉപ്പാൻ്റെ കഴുത്ത് നേരേക്ക് നീട്ടി. ഒരു പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പിടിച്ചു മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ഉപ്പാനെ കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറേണ്ടി വന്നിരുന്നു. ഞാൻ എൻ്റെ ഈ ആയുസ് മുഴുവനും ഞാൻ ഖേദിച്ചാലും എനിക്കത് തിരിച്ചു വരാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഞാനത് കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ആദ്യമായിട്ടും പോയത് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കാണ്. എൻ്റെ ഉപ്പാൻ്റെ കാല് പിടിച്ച് മാഫ് പറഞ്ഞ ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ഉപ്പാനത്ത് മാത്രമല്ല പല ആളുകൾക്ക് ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് പോയി മാപ്പ് പറഞ്ഞ് അവരോടൊക്കെ ക്ഷമ ചോദിച്ചതിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉപ്പയാണെന്നോ ഉമ്മയാണെന്നോ പെങ്ങളാണെന്നോ അല്ലെങ്കിൽ കൂട്ടുകാരാണെന്നോ നമുക്ക് ആരാണെന്നതിൽ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നുള്ളത് പോലും നമുക്ക് അറിയാൻ കഴിയില്ല.